ഹായ്, എല്ലാവർക്കും സുഖമാണോ? കണ്ണനോട് ഒരു സ്നാക്ക് ഉണ്ടാക്കി തരുമോ ചോദിച്ചു കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ ഇന്നലെ രാത്രി തുടങ്ങിയത് തലവേദന കുറവില്ല. എന്നാലും ഞാൻ അവനത് ചോദിച്ച് തല്ലിച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് പഴംപൊരിയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് മൈദ എടുത്തിട്ടുണ്ട് ആവശ്യത്തിന്. അതുപോലെ ഞങ്ങൾക്ക് മധുരത്തിനുള്ള ആവശ്യമുള്ള പഞ്ചസാര എടുത്തിട്ടുണ്ട്. മധുരം തോനെ ആവശ്യമുള്ളവർക്ക് തോനെ പഞ്ചസാര എടുക്കാം കേട്ടോ. അതുപോലെ ഒരു നുള്ള് ഉപ്പ്, ഞാൻ 2 നുള്ളൊക്കെ ഇടുന്നുണ്ട്. അതുപോലെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇടുക. എന്നിട്ട് വെള്ളം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ഏത് മാവാണെങ്കിലും ഞാൻ മിക്സ് ചെയ്യാറുള്ളൂ. കുറേ വെള്ളം ഒഴിച്ച് ചിലപ്പോൾ നമുക്ക് മിക്സായി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ മിക്സാക്കി എടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് നമുക്കൊരു സാധനം കൂടി ഇടണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ മാവ് ഒന്ന് സെറ്റായിട്ടേ ഞാൻ ഇടാറുള്ളൂ. ഈ നമ്മുടെ മൈദയും പഞ്ചസാരയും ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായിട്ട് മിക്സായി മാവായി കഴിഞ്ഞാൽ ഞാനതിലേക്ക് അരിപ്പൊടി ഇടും. അത് അരിപ്പൊടി എന്തിനാണ് ഇടുന്നത് എല്ലാവർക്കും അറിയാം. പഴംപൊരി ഉണ്ടാക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാമായിരിക്കില്ലേ. നമ്മൾ അതൊന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു ക്രിസ്പ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അരിപ്പൊടി ഇടും. ഞാൻ കുറച്ച് അരിപ്പൊടി ഇട്ടുണ്ട്, എത്ര അളവൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ. കുറച്ച് അരിപ്പൊടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇങ്ങനെ തിക്കായിട്ട് കിട്ടണം കേട്ടോ നമ്മുടെ ഈ ഒരു പഴംപൊരിക്കുള്ള മാവ്. അപ്പോൾ ഞാൻ മാവ് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട്. അപ്പോഴേക്കും എനിക്ക് തലവേദന കൂടിയിട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം പോയി കിടന്നു. എന്നിട്ട് നെയ്ച്ചിട്ടാണ് പിന്നെ ഉണ്ടാക്കുന്നത്. അപ്പോഴേക്കും കുറച്ച് ലൈറ്റൊക്കെ പോയിരിക്കുന്നു കേട്ടോ. എന്നാലും ഞാൻ എടുത്തു, ഉണ്ടാക്കുന്നത് കൂടി എടുക്കാൻ വിചാരിച്ചു. ഞാൻ 1-2 ഇട്ടിട്ട് ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ എനിക്ക് എന്താ പറയുക, തീരെ വയ്യായിരുന്നു. അപ്പോൾ ഞാൻ വേഗം ഉള്ളത് 2-3 ഒക്കെ വെച്ചിട്ട് ഇട്ടു കേട്ടോ. ഒട്ടി പിടിച്ചുകൊണ്ടാവും നമുക്ക് ഈ 3 പഴംപൊരിയും അങ്ങനെ ഒട്ടി പിടിച്ചുകൊണ്ടാവും. അല്ലെങ്കിൽ ഓരോന്ന് സെപ്പറേറ്റായിട്ട് നമുക്ക് കിട്ടും. ഇതിപ്പോൾ 3 ആകപ്പാടെ കട്ട പിടിച്ചുകൊണ്ട് പിന്നെ അത് പൊട്ടിച്ചെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ അങ്ങനെ തന്നെ ഇട്ടു കേട്ടോ. വേഗം ആവും ചെയ്യലോ. അപ്പോൾ നമ്മുടെ പഴംപൊരിയൊക്കെ നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റുണ്ട്, നല്ല മധുരമുണ്ട് കേട്ടോ. അപ്പോൾ പഴം ഒന്നാമത് നല്ല പഴുത്തതായിരുന്നു, അതുകൊണ്ട് നല്ല മധുരം ഉണ്ടായിരുന്നു. നമ്മൾ പഞ്ചസാര ഇട്ടതും കൂടി നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ അപ്പുറത്തെ വീട് പണി നടക്കുന്നുണ്ട്, അവിടെ വയറിങ് പണി. അപ്പോൾ സൗണ്ട് കാരണം ഇത് എത്ര കണ്ട് മുരിഞ്ഞിട്ടുണ്ടെന്ന് അറിയില്ലല്ലോ നിങ്ങൾക്ക് ഞാൻ കഴിക്കുമ്പോൾ. അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ വയറിങ് പണിയുടെ ആ മോട്ടറിൻ്റെ സൗണ്ട് കേൾക്കാമല്ലോ കേട്ടോ. അപ്പോൾ ഞാൻ വേഗം അത് കഴിച്ച് കാണിച്ചെന്താണ്, നന്നായി മുരിഞ്ഞിട്ടുണ്ട് നമ്മൾ ഉണ്ടാക്കിയ പഴംപൊരി. കണ്ണൻ പഴംപൊരിയുടെ ആളാണ് കേട്ടോ. അവന് വീട്ടിൽ സ്നാക്ക് ഉണ്ടാക്കേണ്ട കാര്യം സംസാരിക്കുമ്പോൾ പഴംപൊരി മതി എന്നാണ് പറയുക. കണ്ണന് നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസും ചാനലൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ, ബായ്.